അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ആ ദിവസം വന്നു. ഞങ്ങൾ ഇറങ്ങി തിരുപ്പതിക്ക്. അപ്പോൾ തുടങ്ങിയാലോ. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഴൽ ടു കോക്കനട്ട്. വെൽക്കം ടു ദ ട്രാവൽ സീരീസ്. അപ്പോൾ പറഞ്ഞ പോലെ കാത്തിരുന്ന പോലെ ആ ദിവസം വന്നേക്കുവാണ്. ഇപ്പോൾ സമയം 4:04. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 4 മണിയായപ്പോഴത്തേക്കും ഇറങ്ങി. ഇപ്പോൾ ചേലമറ്റത്ത് എത്തിയിരിക്കുക. ഓൾ സെറ്റ്. ആരോ അത് എവിടെ ഇരിക്കണു, പുറകെ സെറ്റ് ചെയ്തിരിക്കണു. ഏട്ടൻ എവിടെ വാട്ടർ ക്യാൻ മേടിക്കാൻ പോയേക്കുവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ സേലത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇനി മുമ്പോട്ട് പോയിട്ട് പറയാം. ഞങ്ങൾ എങ്ങോട്ട് പോയാലുണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ കായ വറുത്തതും ചിപ്സും ഒക്കെ കൊണ്ടുപോയില്ലേ ഞങ്ങൾക്കൊരു സമാധാനക്കേടാന്നേ. ഞങ്ങളത് കയറി കുറച്ച് മേടിച്ചു. എൻ്റെ കാലടി വഴി നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കിടക്കുന്നു. ഒരാൾ വരച്ചുകൊണ്ടിരുന്നതാണ്, ഉറങ്ങിപ്പോയി. എന്തു പറയാനല്ലേ. ഞങ്ങൾ ഫ്യൂലൊക്കെ നിറച്ചിട്ട് ഞങ്ങളുടെ യാത്ര അങ്ങ് തിരിച്ചു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആരോഗ്യക്കുട്ടി ഉറങ്ങിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ചിപ്സും പീനട്സൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് സംസാരിച്ച് വിശേഷങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ പ്ലാനൊക്കെ പറഞ്ഞു. ഇങ്ങനെ പോവാം, അവിടെ നിൽക്കാം, ഇന്ന സമയത്ത് ഇറങ്ങാം, ഇന്ന സമയത്ത് ഫുഡ് കഴിക്കാം എന്നൊക്കെ ആയിട്ട് പോകുന്ന സമയത്താട്ടോ നല്ല ക്ലൈമറ്റായിരുന്നു. അതുപോലെ തന്നെ നല്ല സ്കൈ ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ സ്കൈയും ഈ ആകാശവും ഒരു ഈവനിങ് സന്ധ്യാസമയത്ത് സൺസെറ്റ് ആവുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എന്താ പറയാനാ, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതൊന്നും കാണില്ലല്ലോ. കുതിരാനായപ്പോഴത്തേക്കും അവരെ കുട്ടി എണീച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഗുഹയാണ്, ലൈറ്റ് ഉണ്ട്, ഇരുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കളിയാക്കിയിട്ടങ്ങ് പോയി. ഈ കുറച്ചായപ്പോഴത്തേക്കും ഒരു ചടച്ചിലൊക്കെ തുടങ്ങി. ചെറുതായിട്ടൊരു പനിക്കുന്നുണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആൾക്ക് ക്യാമറയിലോട്ട് വരാൻ ഇഷ്ടമല്ല. ഞാൻ എടുക്കുമ്പോൾ വരണ്ട, തന്നെ എടുക്കണം. പിന്നെ ഞങ്ങൾ ശരവണ ഭവനിലൊക്കെ കയറി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയി. ചായ ഇട്ട് കുടിച്ചത്. പിന്നെ ഉണ്ടല്ലോ കോയമ്പത്തൂർ എത്താറായപ്പോഴത്തേക്കും എന്താണെന്നറിയില്ല, ഭയങ്കര നൊസ്റ്റുമായിരുന്നു. ഞാൻ പഠിച്ച സ്ഥലമാണേ. കോയമ്പത്തൂരിൽ ബിരിയാണി ഉണ്ടല്ലോ, അത് ഫേവറേറ്റാണ്. പക്ഷേ ഈ അമ്പലം കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ നേർച്ചയാവുമല്ലോ നോയമ്പൊക്കെ. അപ്പോൾ നോയമ്പിലായതുകൊണ്ട് ഫുള്ള് വെജിറ്റേറിയൻ ആട്ടോ. ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തിയിട്ടുണ്ടല്ലോ, കുട്ടിക്ക് നമ്മൾ ഡിന്നർ കൊടുത്തു. ആ സ്ഥലം നമുക്ക് ഫ്യൂലടിക്കാനും പിന്നെ അവിടെ ഒരു CCTV ഉണ്ടായിരുന്നു. ഞങ്ങൾ CCTV മുമ്പിൽ തന്നെ നിന്നിട്ടായിരിക്കും കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ചപ്പാത്തിയും ആരുടെ പനീർ ഭുജിയായിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി വെള്ളക്കടലയില്ലേ, കാബൂലിച്ചന, അങ്ങനെ കേട്ടോ ആൻഡമാൻ്റെ പറയാം. അപ്പോൾ അതൊക്കെ കഴിച്ച് എൻ്റെ ഇപ്പുറത്തേക്ക് CCTV ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളുണ്ടല്ലോ കുറച്ച് ഗീ ഇട്ട ചപ്പാത്തിയും പനീർ ഭുർജിയും കൊണ്ടുവന്നായിരുന്നു. ആരക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരക്കുട്ടീൻ്റെ ഡിന്നർ നമുക്ക് മരുന്നുള്ളതാണേ. അപ്പം ഞങ്ങൾ ഇത് ആരെപ്പിടിച്ച വീഡിയോ കേട്ടോ, അപൂർവങ്ങളിൽ കാണാൻ പറ്റുന്നതോ. ആളെന്നെ ഹെൽപ്പ് ചെയ്യുന്നതേ അത് ശരിക്കും വീട്ടിലുള്ളപ്പോൾ ചെയ്യത്തൊന്നുമില്ല കേട്ടോ. പുറത്തിറങ്ങുമ്പോഴേ ഭയങ്കര ഡീസൻ്റാണ്. ചിലപ്പോൾ അവനെ ആയിരിക്കാം, പക്ഷെ നമ്മളത് എൻജോയ് ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ടോള് കൊടുത്ത് ശരിക്കും മടുത്തു എന്ന് തന്നെ പറയാം. ഞങ്ങളിത് നാലാമത്തെ പ്രാവശ്യം കേട്ടോ ഇപ്പോൾ തിരുപ്പതിക്ക് പോകുന്നത്. പക്ഷെ ഉണ്ടല്ലോ ഓരോ സിനിമയും പോകുമ്പോഴത്തേക്കും 11, 12, 13 എണ്ണി കൗണ്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ സേലത്തിലാണ് ഹോൾട്ട്, പാം റെസിഡൻസി കേട്ടോ. ഇതിൻ്റെ അടുത്ത് ഒരു മെയിൻ പ്ലസ് എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ A2B ഉണ്ട്. അപ്പോൾ രാവിലത്തെ ഭക്ഷണമില്ലേ, ഫുഡ് അടി അതും സിമ്പിളായിട്ട് അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു. താങ്ക് യു കേട്ടോ. ബൈ ബൈ.